അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഉഗ്രസൂത്രമായിട്ടാണ്. വേറൊന്നുമല്ല, നമുക്ക് ഒരു നല്ലൊരു ഫ്ലവർ വൈസ് ചെയ്തെടുത്താലോ? അതും വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാവുന്ന തരത്തിലുള്ള ഒരു ഫ്ലവർ വൈസ്. അത് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന കുപ്പി ഒക്കെ വെച്ചിട്ടായിരിക്കും ഞാനത് ചെയ്യുന്നത്. അതപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോയിൽ നോക്കിയാൽ മതി, കാണാം. നല്ല രസമാണ്, നല്ല ഭംഗിയാണ്. അത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ദേ കണ്ടോ, എന്ത് ഭംഗിയല്ലേ? എൻ്റെ കയ്യിൽ ഈ ചെടിയേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഈ ചെടി വെച്ചത്. വേറെ ചെടി ഇല്ലായിരുന്നു. അപ്പം ഈ ചെടിക്കായിരുന്നു പോട്ടിൻ്റെ ആവശ്യം കൂടുതൽ. അപ്പോൾ ഇത് ഞാനൊരു ബൗളിനകത്ത് ഇട്ട് വെച്ചേക്കായിരുന്നു ഈ ചെടി. അപ്പോഴേ ഞാൻ വിചാരിച്ചു ഇതിനൊരു പോട്ട് ചെയ്യണമെന്ന്. അപ്പോൾ അത് ചെയ്യുമ്പോൾ എന്തായാലും നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും നിങ്ങളുടെ വീട്ടിലും കാണും ഇതുപോലത്തെ ഇഷ്ടംപോലെ ബോട്ടിലുകൾ. ആ ബോട്ടിൽ വെച്ച് നമുക്ക് ഇതുപോലെ പോട്ട് ഉണ്ടാക്കിയ എന്ത് ഭംഗിയായിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് ആ വീഡിയോ കാണാം. ടാ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ബോട്ടിലിൻ്റെ കവറൊക്കെ അങ്ങ് കട്ട് ചെയ്തെടുത്ത് കളയാം. എന്നിട്ട് ആ ഷേപ്പ് കണ്ടോ, ആ ഷേപ്പിലൂടെ തന്നെ നമുക്കതങ്ങ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ആ ഷേപ്പ് കണ്ടപ്പോഴത്തേക്ക് നല്ല ആയിട്ടങ്ങ് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ ആ രീതിയിൽ തന്നെ അങ്ങ് കട്ട് ചെയ്തെടുക്കാമെന്ന്. എന്നിട്ട് നമ്മൾ നൈഫ് വെച്ച് സ്ക്രാച്ച് ചെയ്ത് കൊടുക്കുക. അത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഈ വാൾപുട്ടി ഉപയോഗിക്കുമ്പോൾ അതിൽ പിടിച്ചിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അത് സ്ക്രാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് വാൾപുട്ടിയിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് അത് നല്ലപോലെ കുഴച്ചെടുക്കാം. ഞാൻ കൈകൊണ്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇത് അലർജി ഉള്ളവരാണെങ്കിൽ ഗ്ലൗസ് ഇട്ട് ചെയ്താൽ മതി. അപ്പോൾ എനിക്ക് വലിയ അലർജി ആയിട്ട് അങ്ങനെയൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ കൈകൊണ്ടാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് നമ്മുടെ ബോട്ടിലിലോട്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാം. ആദ്യം ഒരു ഷേപ്പില്ലാതായിരിക്കും നമുക്ക് കിട്ടുന്നത്. എന്നിട്ട് നമുക്കത് കുറച്ച് വെള്ളം ചേർത്ത് നല്ല ഷേപ്പിലാക്കി എടുക്കാൻ പറ്റും. എന്തായാലും ഇതിൽ അത് ഞാൻ നല്ലപോലെ കാണിച്ചു തരുന്നുണ്ട്, അപ്പോൾ അതുപോലെ ചെയ്താൽ മതി. ഇപ്പോൾ മുഴുവനും ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ വെള്ളത്തിൽ ടച്ച് ചെയ്ത് തന്നെ നമുക്കിതിനെ ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. കണ്ടോ, അപ്പോൾ നല്ല ആ സർഫസ് നല്ല സ്മൂത്തായിട്ട് നമുക്ക് കിട്ടും. തുടർന്ന് വെള്ളത്തിൽ ടച്ച് ചെയ്തുകൊണ്ട് ഇങ്ങനെ തേച്ച് കൊടുക്കുമ്പോഴത്തേക്ക് ആ സർഫസ് എല്ലാം നല്ല സ്മൂത്ത് അങ്ങാവും. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂറോളം നമ്മൾ വെയിലത്ത് കൊണ്ടുവന്ന് വെക്കുക. കാരണം ഇത് തോനെ നമ്മൾ വെള്ളം ആഡ് ചെയ്തതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഷേപ്പൊന്നും ഇതിന് കിട്ടില്ല. അതുകൊണ്ട് അതൊന്ന് ഡ്രൈ ആവാൻ വേണ്ടി നമ്മളൊന്ന് അരമണിക്കൂർ മാത്രം വെയിലത്ത് വെക്കുക. എന്നിട്ട് ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടാണ് ഇങ്ങനെ വിരൽ വെച്ച് അമർത്തി കൊടുക്കുമ്പോൾ അങ്ങനെ സ്മൂത്തായിട്ട് കുഴിഞ്ഞു പോകണം കേട്ടോ. അപ്പോൾ അതുപോലെ നമുക്കത് ഫുള്ള് ആ ഡിസൈൻ കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കുറച്ച് നേരം വെയിലത്ത് വെച്ചിട്ട് എടുത്തുകൊണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റ് ആ ഷേപ്പ് കിട്ടും. അപ്പോൾ നമ്മുടെ ബോട്ടിലിൽ ഫുള്ള് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വെറും സിമ്പിളായിട്ട് ചെയ്യുന്ന ഡിസൈനാണ്. ഇനി നമുക്കതൊരു സാൻഡ് പേപ്പർ വെച്ച് ഡ്രൈ ആയതിനു ശേഷം അവിടെ എല്ലാം ഒന്ന് സ്മൂത്താക്കി കൊടുക്കാം. അങ്ങനെ ഇപ്പം നല്ല പോലെ സ്മൂത്ത് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ പെയിൻറ്റ് ചെയ്യാമെന്ന്. അതിന് മുന്നേ ഈ സ്മൂത്ത് ആക്കിയതിന് ശേഷം നമ്മളൊരു ക്ലോത്ത് വെച്ച് പഴയ ക്ലോത്ത് വെച്ച് ഒന്ന് തുടച്ച് മാറ്റിയതിന് ശേഷം വേണം പെയിൻറ്റ് ചെയ്യാൻ. അല്ലെങ്കിൽ അതിൻ്റെ പൊടിയൊക്കെ ഇരുന്നിട്ട് ഒരു ഭംഗിയില്ലായ്മ തോന്നും, അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഞാൻ വൈറ്റ് കളർ പെയിൻ്റാണ് ഇതിന് മൊത്തവും കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഡിസൈൻ ചെയ്ത സ്ഥലത്തെല്ലാം നമുക്ക് കുറച്ച് ഗ്ലൂ തേച്ച് കൊടുക്കാം. ഞാൻ ഫെവിക്കോളാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് മിറർ ഒട്ടിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഗ്ലൂ തേച്ച് കൊടുക്കുന്നത്. മിറർ ഇപ്പോൾ എല്ലാവരുടെയും കയ്യിലും കാണുമല്ലോ. നമ്മൾ ഡ്രസ്സിന് ഡിസൈൻ ചെയ്യാനൊക്കെ മിക്ക ആൾക്കാരും മിറർ മേടിച്ച് കൈ വെച്ചിട്ടുണ്ടായിരിക്കും.
ഇത് ഞാൻ മുമ്പേ മേടിച്ച് വെച്ച് പഴയ മിററാണ്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു ഭംഗിക്ക് അത് തന്നെ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ മിററെല്ലാം ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ 3D ഔട്ട്ലൈനർ ഉപയോഗിച്ച് റൗണ്ട് വരച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതെന്ന് വെച്ചാൽ നല്ല ഗോൾഡ് കളറിലെ ഔട്ട്ലൈൻ ആകുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. അതിനു വേണ്ടിയാണ് ഞാൻ 3D ഔട്ട്ലൈൻ ഉപയോഗിച്ച് ഔട്ട്ലൈൻ വരച്ച് കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്താ ഭംഗിയല്ലേ. അപ്പോൾ വീട്ടിലിരിക്കുന്ന പഴയ കുപ്പികളൊന്നും എടുത്ത് ആക്രിക്കൊന്നും കൊടുക്കണ്ട. ഇതുപോലെ ചെയ്തു വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇത് ചെയ്ത് നോക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എൻ്റെ മുത്തുമണീസിനൊക്കെ ഈ ക്രാഫ്റ്റ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക, സ്കിപ്പ് അടിക്കാതെ കാണണം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പോഴേ കമൻറ്റ് ചെയ്യുക. ഞാൻ ഉറപ്പായിട്ടും അതിന് മറുപടി തരുന്നതായിരിക്കും. പിന്നെന്താ, അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇനി ഉടൻ ഞാൻ അടിപൊളി ക്രാഫ്റ്റും കൊണ്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ ബൈ.